ഞാൻ അനീഷ് പറഞ്ഞതന്നെ കേട്ടതാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കാണാൻ ആരും വരണ്ട, ബാക്കിയുള്ള കർമ്മങ്ങൾ ചെയ്യണ്ട. ഞാൻ മരിച്ചാൽ നിങ്ങൾ ആരും എന്നെ കാണാൻ വരണ്ട, ചടങ്ങുകളും നടത്തണ്ട. ഇത്രയൊക്കെ ചെയ്യുന്ന അനീഷ് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസിയ. പക്ഷെ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കർമ്മത്തിലും ബാക്കി ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അനീഷ് അത് വേണ്ട എന്ന് തന്നെ തർക്കിച്ച് പറയുന്നത്? ചെറിയ കൺഫ്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. കർമ്മം ചെയ്യേണ്ടെന്നല്ല അർത്ഥം. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ മരിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ വേണ്ടി ആരും വരണ്ടെന്ന്. ഓ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ആ വീഡിയോ ഭയങ്കര വൈറലായി, ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞ സംഭവമാണ്. അതായത് നമ്മള് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയം നോക്കുക, ഒരാൾ മേലെ കിടക്കുന്ന സമയത്ത് കൂടെ നിൽക്കാൻ ആരും കാണത്തില്ല. അപ്പൊ ആ സമയത്ത് ചോദിക്കുമ്പോൾ പറയും, അയ്യോ ലീവില്ല, സമയമില്ല, തിരക്കാന്നൊക്കെ പറയും. ആള് മരിച്ചാലോ? പിന്നെ 16 ദിവസം വീട്ടിൽ നിൽക്കുക, അടിയന്തരം വരെ. അപ്പൊ എങ്ങനെ ലീവ് ഉണ്ടായി? അപ്പോഴെങ്ങനെ സമയം ഉണ്ടായി? ജീവിച്ചിരിക്കുമ്പോൾ കാണിക്കാത്ത സ്നേഹം മരിച്ചു കഴിഞ്ഞിട്ട് എന്തിനാ കാണിക്കുന്നത്? നമ്മളൊരു പ്രഹസനമായി മാറിയിട്ടില്ലേ? ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ ഇതിന്റെ അടി വന്ന കമന്റുകൾ പറഞ്ഞതാ. ശരിയാ സാറ് പറഞ്ഞത്. എന്റെ ബാപ്പ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ ഒരാളും സഹായിക്കാനും വന്നതിന്റെ കൂടെ നിന്നില്ല. മരിച്ചു കഴിഞ്ഞപ്പോൾ കുറെ പൈസ കൊണ്ടുവന്നു തന്നു. ഈ പൈസ ബാപ്പ ജീവിച്ചിരുന്ന സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ, ബാപ്പയ്ക്ക് സമയത്തിന് മരുന്നും ഫുഡും മേടിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ബാപ്പയും എന്നോടൊപ്പം കണ്ടത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ വേണം സ്നേഹം പ്രകടിപ്പിക്കാൻ. സ്നേഹം ആവശ്യമുള്ളപ്പോഴാണ് സ്നേഹം കൊടുക്കണ്ടേ. Download ShareChat.